ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഈ അടുത്തിടെ കഴിഞ്ഞ. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ഒരു മാർക്ക് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കൂടെ, കറണ്ട് അഫെയർ ടോപ്പിക്കൂടാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം പഠിക്കാം. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് 2025 ഓഗസ്റ്റ് 15 ആഘോഷിച്ചത്. അപ്പം 79ാമത് സ്വാതന്ത്ര്യ ദിനമാണ് 2025 ഓഗസ്റ്റ് 15 ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, 2025 സ്വാതന്ത്ര്യ ദിനാഘോഷം എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമാണെന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക് സാധ്യതയുണ്ട്, LGS പോലുള്ള പരീക്ഷകൾക്കൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമെന്ന് നമ്മൾ ആൻസറാണ്. അപ്പോൾ പഠിച്ചു വെക്കണേ. 79ാമത് സ്വാതന്ത്ര്യ ദിനമാണ് 2025 ഓഗസ്റ്റ് 15 ആഘോഷിച്ചത്. ക്ലിയർ ആണേ? ഇനി 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രമേയം? എന്താണ്? നയാ ഭാരത്, അതായത് പുതിയ ഭാരതം എന്നാണ് പ്രമേയം വരുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രമേയം എന്താണെന്ന് PSC ചോദിക്കും. അപ്പോൾ പ്രമേയം എന്താണ്? നയാ ഭാരത് അഥവാ പുതിയ ഭാരത്. നയാ ഭാരത് അഥവാ പുതിയ ഭാരതം. ക്ലിയർ ആണേ? അതുകൂടാതെ തന്നെ വളരെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏതൊരു പ്രധാനമന്ത്രി നടത്തിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയത്. അപ്പം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏതൊരു പ്രധാനമന്ത്രി നടത്തിയതിലും വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നമ്മുടെ നിലവിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയത് കേട്ടോ. 103 മിനിറ്റാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുക എത്ര മിനിറ്റ് ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രസംഗം ചോദിക്കാം. 103 മിനിറ്റാണ്. ഈ ഒരു മിനിറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. 103 മിനിറ്റ് ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 78ാമത്, അതായത് കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിലെ നരേന്ദ്രമോദിയുടെ പ്രസംഗം, അതായത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം 98 മിനിറ്റാണ്. ആ 98 മിനിറ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ റെക്കോർഡ് അദ്ദേഹം ഈ വട്ടം റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് 103 മിനിറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏതൊരു പ്രധാനമന്ത്രി നടത്തിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ഈ വർഷം നടത്തിയത്. 103 മിനിറ്റ് ദൈർഘ്യമേറിയ പ്രസംഗമാണ് കേട്ടോ. 103 മിനിറ്റ് ദൈർഘ്യമേറിയ പ്രസംഗമാണ്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ 98 മിനിറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നത്. ആ 98 മിനിറ്റ് പ്രസംഗത്തെ അദ്ദേഹം ഈ വട്ടം റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് 103 മിനിറ്റ് ആക്കി കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര മിനിറ്റ് ആണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അങ്ങ് പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ മൈൻഡിലോട്ട് പെട്ടെന്ന് തന്നെ കയറുന്നതാണ്. 79ാമത് സ്വാതന്ത്ര്യദിനം 2025 ഓഗസ്റ്റ് 15 ആഘോഷിച്ചത്. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രമേയം എന്താണ്? നയാ ഭാരത് അഥവാ പുതിയ ഭാരതം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏതൊരു പ്രധാനമന്ത്രി നടത്തിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ അഥവാ 103 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയത് കേട്ടോ. നോട്ട് ചെയ്തോണേ. 103 മിനിറ്റ് ദൈർഘ്യമേറിയ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത് കേട്ടോ. അപ്പം നമുക്കറിയാം, പ്രധാനമന്ത്രി 103 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും വരുന്നത്? പ്രഖ്യാപനങ്ങളായിരിക്കും വരുന്നില്ലേ പ്രധാനം. അപ്പം എന്താണ് പ്രഖ്യാപനങ്ങൾ? ആ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി 103 മിനിറ്റിൽ പ്രസംഗിച്ച ആ പ്രസംഗത്തിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് GST പരിഷ്കാരങ്ങളാണ് കേട്ടോ. GST പരിഷ്കാരങ്ങളാണ് വരുന്നത്. അഥവാ GST റീഫോംസ് ആണ്. അതായത് സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ GST ഘടന ലളിതമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഖ്യാപനം കേട്ടോ. അപ്പോൾ എന്താണ് GST പരിഷ്കരണങ്ങൾ അഥവാ GST റീഫോംസ്? അതായത് സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ GST ഘടന ലളിതമാക്കുക എന്നതാണ് ആ GST പരിഷ്കാരങ്ങളുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, അവശ്യ വസ്തുക്കളായ അരി, ഗോതമ്പ്, പാല് തുടങ്ങിയവയുടെ GST നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരെയും സംരംഭകരെയും സഹായിക്കുന്നതിനായി GST നിയമങ്ങൾ ലഘൂകരിക്കും. ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. 2025 ഒക്ടോബറോടെ ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കും എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് കേട്ടോ. നോട്ട് ചെയ്തോണേ. അപ്പോൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, അവശ്യ വസ്തുക്കളായ അരി, ഗോതമ്പ്, പാല് തുടങ്ങിയവയുടെ GST നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്.
ചെറുകിട കച്ചവടക്കാരെയും സംരംഭകരെയും സഹായിക്കുന്നതിനായി GST നിയമങ്ങൾ ലഘൂകരിക്കും. അതുകൂടാതെ തന്നെ ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ GST പരിഷ്കാരങ്ങളില്ലേ, സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള GST ഘടന ലളിതമാക്കുമെന്ന ലക്ഷ്യത്തോടെയുള്ള GST പരിഷ്കാരങ്ങളില്ലേ, അത് 2025 ഒക്ടോബറോടെ ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ക്ലിയർ ആണേ? അപ്പോൾ ഒന്നാമത്തെ പ്രഖ്യാപനം എന്താണ്? GST പരിഷ്കരണങ്ങൾ അഥവാ GST റീഫോംസ് ആണ്. ഇനി രണ്ടാമത്തെ പ്രഖ്യാപനം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന, അതായത് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായി തൊഴിൽ നേടുന്ന യുവജനങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറയുന്നത്? എന്താണ്? ആദ്യമായി തൊഴിൽ നേടുന്ന യുവജനങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ഇടം നേടാൻ സാധ്യതയുള്ള ഒരു കേന്ദ്ര പദ്ധതിയായിരിക്കും ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന കേട്ടോ. അപ്പം ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് കണ്ണും പൂട്ടി ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറയുന്നത്? ആദ്യമായി തൊഴിൽ നേടുന്ന യുവജനങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക എന്നതാണ് ഈ ഒരു യോജനയുടെ ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പം എന്താണെന്ന് ഈ പദ്ധതി എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. എന്താണ്? സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി നേടുന്ന യുവജനങ്ങൾക്ക് 15,000 രൂപ ഇൻസ്റ്റൻറ്റീവായിട്ട് നൽകും. ഈ തുക ഒരു തവണ മാത്രമായിരിക്കും നൽകുക. ഒരു വർഷം കൊണ്ട് 1 കോടി യുവജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പദ്ധതി ഡീറ്റെയിലായിട്ട് പറയുവാണെങ്കിൽ എങ്ങനെയാണ്? സ്വകാര്യ മേഖലയിൽ, അതായത് പ്രൈവറ്റ് ജോലിയൊക്കെ ആദ്യമായിട്ട് നേടുന്ന, നോട്ട് ചെയ്തോണേ, സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി നേടുന്ന യുവജനങ്ങൾക്ക്. അപ്പോൾ ഇനി സ്വകാര്യ മേഖലയിലൊക്കെ ആദ്യമായി ജോലി നേടുന്ന യുവജനങ്ങൾക്ക് 15,000 രൂപ ഇൻസെൻറ്റീവായിട്ട് നൽകും കേട്ടോ. അപ്പോൾ സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി നേടുന്ന യുവജനങ്ങൾക്ക് 15,000 രൂപ ഇൻസെൻറ്റീവായിട്ട് നൽകുക. ഈ തുക ഒരു തവണ മാത്രമേ ലഭിക്കത്തുള്ളൂ കേട്ടോ. ഈ തുക ഒരു തവണ മാത്രമായിരിക്കും നൽകുക. അതുകൊണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 വർഷം കൊണ്ട് 1 കോടി യുവജനങ്ങൾക്ക് കേട്ടോ. നോട്ട് ചെയ്തോണേ, 1 വർഷം കൊണ്ട് 1 കോടി യുവജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ലിയർ ആണ്? ഇപ്പോൾ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമായി തൊഴിൽ നേടുന്ന യുവജനങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക കേട്ടോ. സ്വകാര്യ മേഖലയിൽ ആദ്യമായി തൊഴിൽ നേടുന്ന യുവജനങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക എന്നാണ്. അപ്പോൾ ഈ എത്രയാണ് ഇൻസെൻറ്റീവായിട്ട് നൽകുന്ന തുക? 15,000 രൂപ കേട്ടോ. നോട്ട് ചെയ്തോണേ, ഇൻസെൻറ്റീവായിട്ട് എത്ര രൂപയാണ് നൽകുന്നത്? 15,000 രൂപ. ഈ തുക എല്ലാ മാസവും കിട്ടുമോ? ഒരിക്കലുമില്ല. ഈ തുക ഒരു തവണ മാത്രമായിരിക്കും നൽകുക. അതുകൂടാതെ തന്നെ 1 വർഷം 1 കോടി യുവജനങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ലിയർ ആണ്? നമുക്ക് അടുത്തൊരു പ്രഖ്യാപനത്തിലോട്. അടുത്തത് മിഷൻ സുദർശന ചക്രയാണ്. മിഷൻ സുദർശന ചക്ര അഥവാ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശത്രു ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ കഴിവുള്ള അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? ശത്രു ആക്രമണങ്ങളെ, നമ്മളെ ശത്രുക്കളൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ ഫലപ്രദമായി ചെറുക്കാൻ കഴിവുള്ള അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കും എന്നുള്ളതാണ് ഈ മിഷൻ സുദർശന ചക്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ രാജ്യത്തെ തന്ത്രപ്രധാന സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ തദ്ദേശീയമായിട്ടൊക്കെ നമ്മൾ ആയുധങ്ങളൊക്കെ വികസിപ്പിക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും, അതായത് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്തോണേ. അതുപോലെ തന്നെ രാഷ്ട്രീയ സുരക്ഷാ കവചം എന്ന പേരിലും അറിയപ്പെടും കേട്ടോ. ഈ ഒരു പദ്ധതി രാഷ്ട്രീയ സുരക്ഷാ കവചം എന്ന പേരിലും അറിയപ്പെടും. ഒരു ദീർഘകാല പദ്ധതിയായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത് കേട്ടോ. ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം മിഷൻ സുദർശന ചക്ര എന്താണ്? രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന രീതിയിലുള്ളൊരു പദ്ധതിയാണ് മിഷൻ സുദർശൻ ചക്ര എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങളെയൊക്കെ ഫലപ്രദമായി ചെറുക്കാൻ കഴിവുള്ള അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം കേട്ടോ. അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കും.
അതുകൂടാതെ തന്നെ രാജ്യത്തെ തന്ത്രപ്രധാനമായ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ ഈ ഒരു പദ്ധതി കൊണ്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയുടെ മറ്റൊരു പേരാണ് രാഷ്ട്രീയ സുരക്ഷാ കവചം കേട്ടോ. രാഷ്ട്രീയ സുരക്ഷാ കവചം എന്ന പേരിലും ഈ ഒരു മിഷൻ സുദർശൻ ചക്ര അറിയപ്പെടും കേട്ടോ. അതുകൂടാതെ തന്നെ ഇത് മിഷൻ സുദർശന ചക്ര അഥവാ രാഷ്ട്രീയ സുരക്ഷാ കവചം എന്ന പദ്ധതി ഒരു ദീർഘകാല പദ്ധതിയായിട്ടാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണേ? നമുക്കിനി അടുത്ത ഒരു പ്രഖ്യാപനത്തിലോട്ട് പോകാം. അടുത്തത് തദ്ദേശീയമായി നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ. അതായത് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇലക്ട്രോണിക് നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക. എന്താണ് അടുത്ത പ്രഖ്യാപനം? എന്താണ്? ഇലക്ട്രോണിക് നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത പ്രഖ്യാപനമായിട്ട് വന്നിട്ടുള്ളത്. എന്താണ്? ഇലക്ട്രോണിക് നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക. അതെന്താണെന്ന് നോക്കാം. മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ വർഷം അവസാനത്തോടെ പുറത്തിറക്കും കേട്ടോ. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ നമ്മുടെ സ്വന്തം നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സെമി കണ്ടക്ടർ ചിപ്പുകളാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ വർഷം അവസാനത്തോടെ പുറത്തിറങ്ങും. ഇത് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറുകൾ, കാറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ആശ്രയത്വം കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. അപ്പം നമുക്കറിയാം ഈ വന്ന കാലത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കാറുകളുടെ ചെറിയ ചെറിയ ചിപ്പുകളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ചൈനയിൽ നിന്നും അതുപോലെ തന്നെ കൊറിയയിൽ നിന്നൊക്കെയാണ് ഈ ചിപ്പുകളും കാര്യങ്ങളൊക്കെ കറൻലി ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. അതൊന്ന് മാറ്റി നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഈ സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറുകൾ, കാറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ആശ്രയത്വം കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ആ ഒരു ആശ്രയത്വം, വിദേശ രാജ്യങ്ങളിലുള്ള ആശ്രയത്വം കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഇന്ത്യയെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്നുകൂടെ ഈ പ്രഖ്യാപനങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? GST പരിഷ്കാരങ്ങൾ, സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ GST ഘടന ലളിതമാക്കുക. അതറിയാം. 2025 ഒക്ടോബറോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അടുത്ത രണ്ടാമത്തെ പ്രഖ്യാപനം എന്താണ്? പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. എന്താണ്? ആദ്യമായി തൊഴിൽ നേടുന്ന യുവജനങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക. അതായത് 15,000 രൂപ ഇൻസെൻറ്റീവായിട്ട് ഒരു തവണ നൽകുന്നതാണ് യുവജനങ്ങൾക്ക് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത പ്രഖ്യാപനം എന്താണ്? മിഷൻ സുദർശന ചക്ര. രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നാണ് മിഷൻ സുദർശന ചക്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? തദ്ദേശീയമായിട്ട് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കും. അതിലൂടെ നമുക്ക് രാജ്യത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. രാഷ്ട്രീയ സുരക്ഷാ കവചം എന്ന പേരിൽ ഇതറിയപ്പെടും. അടുത്ത പ്രഖ്യാപനം എന്താണ്? തദ്ദേശീയമായി നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഇലക്ട്രോണിക് നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക കേട്ടോ. സെമി കണ്ടക്ടർ ചിപ്പുകളൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ ഒരു വർഷം അവസാനത്തോടെ പുറത്തിറക്കും എന്നാണ് പ്രഖ്യാപനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യയെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിൻ്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ. അപ്പോൾ ഈ ഒരു പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഇനി ഇതുപോലുള്ള കറണ്ട് അഫെയർ ടോപ്പിക് ക്ലാസ്സുകളൊക്കെ നമ്മുടെ കറണ്ട് അഫെയർസ് 2025 എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയർ, അതുപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ക്ലാസ്സസ് ഒക്കെ മാക്സിമം നിങ്ങൾ കയറി കാണാൻ ശ്രമിക്കുക. ഇനി വരുന്ന പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്രദം ആകുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് റെക്കമെൻഡേഷൻ പോകുന്നതാണ്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനോടൊന്ന് ശ്രമിക്കുക. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്.